ഈ 47,000 ഉണ്ടായപ്പോ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തപ്പോ ഹൈദർ മധൂർ അങ്ങനത്തെ കുറച്ച് ടീമുകൾ രംഗത്തിറങ്ങി അല്ലേ? ആ ഹൈദർ മധൂറിനെ ഇവരൊക്കെ രംഗത്തിറക്കിയത് ആരാറിയാം? ഇന്നെ ചികിത്സ പഠിപ്പിച്ച ഉസ്താദിന്റെ മക്കൾ. ഈ ഉസ്താദാണ് മഞ്ചേരി പന്തലുള്ള PMS പൂക്കോയ തങ്ങളെ ഓലാണ് അന്ന് വിവാഹത്തിൽ തിരികൊത്തിയത്. അങ്ങനെ എന്റെ കൂടെ ആ തങ്ങളെ മോന് ജോലി ചെയ്തിരുന്നു ബോംബെയിൽ. അന്ന് ബോംബെയിൽ ജോലി ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോസാണ് എന്തേലും ആ ഭക്ഷണം അങ്ങനെ കുറച്ച് ഇതും ആ ഫോട്ടോസാണ് എന്തായത് ഒരു പുറത്ത്. അങ്ങനെ അന്ന് ഈ ഫോട്ടോ പുറത്ത് വിട്ടപ്പോ അന്ന് ആ ഫോട്ടോ പുറത്ത് വിട്ടപ്പോ 47,000 ഉള്ളത് എന്തായി? 5,000. അങ്ങനെ ദുരന്തം നിങ്ങൾ അറിയേണ്ട കഥകളാണ്. അങ്ങനെ എന്താക്കി ഒരു ദിവസം ഹൈദർ മധൂറിനെ വിളിച്ചു. അന്ന് 4 കൊല്ലം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് 47 പോയിട്ട് 5 എല്ലാരും പോയി. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്ലാറ്റ്ഫോമാണ്. അതെല്ലാവരും എന്ത് ചെയ്യും? കാണും. ഒരു മനുഷ്യനെ കുറിച്ചിട്ട് കുറെ ആളുകൾ നിരന്തരമായിട്ട് ഇങ്ങനെ ആക്ഷേപങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ജനങ്ങൾക്ക് ഉണ്ടാവും, വെറുപ്പാവും. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരം വൈകിയിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾ സെറ്റിൽ ആയിക്കൊള്ളില്ല. അങ്ങനെ കുറെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. പിന്നെ ഒരു വർഷം ഒരു മുണ്ടിയില്ല. വീണ്ടും എന്തായി? നമ്മളെ മജ്‌ലിസ് പഴയതുപോലെ തന്നെ എന്തായി? വീണ്ടും നമ്മളെ മജ്‌ലിസ് എന്തായി? പഴയതുപോലെ ആയിട്ട് പിന്നെ ഒരു പഠിച്ചു വിളിച്ച് 10 ലക്ഷം റുപ്യ വേണമെന്നാണ്. ഇപ്പൊ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു 10 ലക്ഷം റുപ്യ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു 10 ലക്ഷം തരൂലാണ്. മനസ്സിലായോ? 10 ലക്ഷം റുപ്യ തരൂലാണ്. പിന്നെ അതെന്തായി? പിന്നെ ഒരു കുറെ അങ്ങനത്തെ വിവാദങ്ങൾ കുറെ ഉണ്ടാക്കി അതിനേറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജനുവരി 31-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ ജുമാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇവിടെ എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവും 12 മൊയിലിയന്മാർക്ക് ചോറ് കൊടുക്കലുണ്ട്. 12 ഉസ്താദുമാർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഞാൻ വന്നപ്പോ അബ്ദുലിനോട് പറഞ്ഞു, തങ്ങളൊരു വോയിസ് മെസ്സേജ് ഉണ്ട്, 6 മിനിറ്റ് ഉണ്ട്. അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഇമ്പോർട്ടന്റ് മെസ്സേജ് ഉണ്ട്. ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ അറിയാം? അതൊക്കെ ഇംഗ്ലീഷ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് മെസ്സേജ്. അങ്ങനെ ഇമ്പോർട്ടന്റ് മെസ്സേജ് എന്തുണ്ട്? ഞാൻ കണ്ടതല്ല, ഞാൻ നോക്കിയപ്പോ അതിലുണ്ട്, നിങ്ങള് കൂടെ ജോലി ചെയ്യുന്ന ശിഹാബ് തങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കണം. അയാള് അയാള് വളരെ മോശമാണ്. അയാൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താക്കി അവിടെ സ്റ്റോപ്പായി. തിരിച്ച് ഞാൻ മറുപടി കൊടുത്തു. ഞാൻ ഉസ്താദുമാർക്ക് ചോറ് കൊടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ കുറച്ച് നിങ്ങൾ അങ്ങോട്ട് വിളിക്കാതെ. അപ്പൊ ഇതിന് പൈസ വാങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൈസ വാങ്ങിയ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോ കൈജാത്തലക്കുമായിട്ട് 2 ലക്ഷം എല്ലാവരോടും. ചാവക്കാടിന്